അതിപ്പം അവർ പറയുന്നത് അവർ വരുമെന്ന്, ഇവർ പറയുന്നത് ഇവർ വരുമെന്ന്. ഇവർ 2 പ്രാവശ്യം ആയല്ലോ വന്നത്. ഇപ്പം 3-ാം മുന്നണി BJP ഉണ്ട്. 10 വർഷത്തെ വികസനത്തിന്റെ കടകളൊക്കെ തീർക്കാൻ പറ്റുവാണെങ്കിൽ പിണറായി തന്നെ വരണം. പക്ഷെ ഇന്നും പല ആളുകളും പല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്, ജോലിയില്ലാതെയും. പക്ഷെ ഞാൻ പഠിച്ചു നിൽക്കുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവർക്ക് ഗവൺമെന്റ് ഒരു ജോലി കൊടുത്താൽ വളരെ ഉപകാരം. നിയമസഭാ തിരഞ്ഞെടുപ്പ് അങ്ങനെ നമ്മുടെ പടിവാതിൽക്ക് എത്തി നിൽക്കുകയാണ്. ഇനി ദിവസങ്ങൾ, മാസങ്ങൾ മാത്രമേ ഉള്ളൂ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക്. മറ്റൊരു വോട്ടെടുപ്പ് തരംഗത്തിലേക്ക് നമ്മുടെ കേരളം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 10 വർഷത്തെ ഭരണം എങ്ങനെയുണ്ട് പിണറായി സർക്കാരിന്റെ? ജനങ്ങൾ കൊണ്ട് ഒരുപാട് പറയാൻ. സർക്കാർ തുടരണമോ, അയ്യോ വേണ്ട, ഈ സർക്കാർ വേണ്ട, ഭരണമാറ്റം വേണമോ, എന്താണ് ജനങ്ങളുടെ ഒരു അഭിപ്രായം? മാത്രമല്ല BJP ഇപ്രാവശ്യം അധികാരത്തിൽ വരുമോ? ജനങ്ങളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു എങ്ങനെയുണ്ട് ഒരു റെസ്പോൺസ് ഈ ഒരു ഭരണത്തോടും, ഇനി ആര് ഭരിക്കണമെന്ന അവർ ആഗ്രഹിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോ ജനങ്ങളുടെ ഒരു അഭിപ്രായത്തിലേക്ക് പോകാം. ഭയങ്കര ചൂടുണ്ട്. അപ്പൊ എന്തായാലും ഒരു വയറൊക്കെ ഒന്ന് തണുപ്പിച്ച് ഒരു തണുത്ത ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് തന്നെ നമുക്ക് തണുത്ത രീതിയിലാണ് ഓരോ പ്രതികരണം, അതോ ചൂടോടെയാണ് ഓരോ പ്രതികരണം, സർക്കാരിന്റെ ഒരു വീര്യവും തണുപ്പും ചൂടും ഒക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അവരുടെ പൾസ് ഒക്കെ ഒന്ന് അറിയാം. തുടർന്നാലേ ഈ കടകളെല്ലാം തീർക്കാം. 10 വർഷത്തെ വികസനത്തിന്റെ കടകളൊക്കെ തീർക്കാൻ പറ്റുവാണെങ്കിൽ പിണറായി തന്നെ വരണം. അതുകൊണ്ട് കടം തീർക്കാൻ വേണ്ടി തുടരണോ? തീർക്കാൻ മാത്രമല്ല, എല്ലാ കാര്യത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് പിണറായി വരണം, വീണ്ടും വരണം. 10 വർഷത്തെ ഭരണം. ഇത്രയും കടമുണ്ട്, ഒരുപാട് കടമുണ്ട്. രാഷ്ട്രീയത്തിലല്ല, ജനത്തിന് കൊടുക്കേണ്ട ഒരുപാട് കടമുണ്ട്. ആ കടം തീർക്കാൻ വേണ്ടി കടമല്ലാതെ ഭരണ നേട്ടം എങ്ങനെയുണ്ട്? ഭരണമൊക്കെ എങ്ങനെയാണ്? ഭരണനേട്ടം നല്ലതാണ്. നമ്മളാ 10 എത്ര മാർക്ക് കൊടുക്കും? 100%. അപ്പോ BJP പ്രാവശ്യം നിയമസഭയിൽ വരാൻ സാധ്യതയുണ്ടോ? BJP വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് ഇവരെ ഭരണത്തിന്റെ നേട്ടം എങ്ങനെയാണ്, ആ നേട്ടത്തിൽ മാത്രമേ മുൻതൂക്കം കൊടുക്കാൻ. ഈ സർക്കാർ തുടരണം. തീർച്ചയായും ഈ സർക്കാർ വന്നതിന് ശേഷം കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നല്ല രീതിയിൽ മാറണമെന്നാണ് എൻ്റെ ഉദ്ദേശം. കാരണം പാവപ്പെട്ടവർക്ക്, ആരും ഇല്ലാത്തവരെയും, പിന്നെ വീട് ഇല്ലാത്തവർക്ക് വീട് കൊടുക്കുക, ഇതൊക്കെ നമ്മുടെ സർക്കാർ, പുതിയ സർക്കാർ എന്നല്ല, ഇപ്പോഴത്തെ സർക്കാർ ഇത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ഉപകാരമായിട്ട് കാണും. 10 വർഷത്തെ ഭരണം എങ്ങനെ? ഒരു 10 എത്ര മാർക്ക് കൊടുക്കും? ഒരു 6 മാർക്ക്. കാരണം പറയാൻ പറ്റൂല. കാരണം കുറെ ആളുകൾ ഇപ്പോഴും കഷ്ടപ്പെടുന്നു. അതിലൊരു 4 മാർക്ക് ഞാൻ കുറച്ച് കൊടുക്കത്തുള്ളൂ. അപ്പൊ 10 വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മാറി. പക്ഷെ ഇനി മാറാൻ ഒരുപാട് മാറി. പക്ഷെ ഇന്നും പല ആളുകളും പല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്, ജോലിയില്ലാതെയും. പക്ഷെ ഞാൻ പഠിച്ചു നിൽക്കുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവർക്ക് ഗവൺമെന്റ് ഒരു ജോലി കൊടുത്താൽ വളരെ ഉപകാരം, ഒരു കുടുംബം രക്ഷപ്പെടും. ഇപ്പൊ കോൺഗ്രസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു യുവ നേതാവ് വലിയൊരു ആരോപണത്തിൽ പെട്ടു. അപ്പൊ പുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അത് ശരിയാണെന്ന് തോന്നുന്നു? അത് അയാളുടെ സ്വന്തം കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ഇടപെടാൻ പാടില്ല. അത് ഓരോരുത്തരുടെ ഇതാണ്. ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കൂടെ പോവും, ചിലപ്പം പറയാൻ പറ്റില്ല, സിനിമാക്കാരുടെ കൂടെ പോവും. അതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അയാളുടെ സ്വന്തം കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ഇടപെടാൻ പാടില്ല. ഞാൻ എപ്പോഴും TV കാണുന്നതാണ് രാഹുൽ മാങ്കൂട്ടൻ. ഈ മാങ്കൂട്ടം മാറ്റി കഴിഞ്ഞാൽ പിന്നെ രാഹുൽ സാറായി. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ ഭരണം വന്നാലും കമ്മ്യൂണിസ്റ്റിന്റെ ഭരണം വന്നാലും ഇതേപോലെ മുമ്പോട്ട് പോയാൽ വളരെ ഉപകാരം എന്നേ പറയും. BJP ഇപ്രാവശ്യം നിയമസഭയിലേക്ക് ഏതെങ്കിലും ഒരു സീറ്റ് നേടുമെന്ന് തോന്നുന്നുണ്ടോ? പറയാൻ പറ്റൂല. ഒരു MP മാത്രമേ ഉള്ളൂ നമുക്ക്. അതായത് കേരളത്തിൽ നിന്ന് ഒരു MP ഉള്ളൂ, സുരേഷ് ഗോപി. BJPക്ക് ഒരു MP ഉള്ളൂ. കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും ആവശ്യം പോലെ MPമാരും. നിയമസഭയിലേക്ക് ആര് വരുമെന്നുള്ള കാര്യം ദൈവത്തിന് മാത്രമേ അറിയൂ. BJP ഒരു സീറ്റെങ്കിലും നേടും, പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ഇവിടുത്തെ തിരുവനന്തപുരം മേയർ നല്ല രീതിയിൽ ആറ്റുകാൽ പൊങ്കാല വിജയിപ്പിച്ചു എന്നേ ഞാൻ. കാരണം പൊങ്കാല കഴിഞ്ഞ ഒരു 10 മിനിറ്റിനുള്ളിൽ എല്ലാം ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റിയാണ്. അത് ആളുകള്, ഞാൻ ഒരു കാര്യം പറയാം, ഒത്തിരി ആളുകൾ ഈ ഭരണം താഴോട്ടിടാൻ നോക്കും, ഒഴുത്തിക്കൊണ്ട് പോകാനും നോക്കും.
ഒരു ഞാൻ കേൾക്കട്ടെ, ഇവിടെ തന്നെ കുറച്ച് മാലിന്യം കൊണ്ട് ഇവിടെ വെച്ചിട്ട് അവരെടുത്തോണ്ട് പോയില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും? ഓപ്പറേഷൻകാരെ എടുക്കാനുള്ള എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവരിപ്പോൾ എൻ്റെ വീട് പനവിള എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഞങ്ങൾ പൊങ്കാല 2:15 പൊങ്കാല നിവേദ്യം കഴിഞ്ഞ ഉടനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, അതിന് മുമ്പ് കോർപ്പറേഷൻ്റെ വണ്ടി വന്ന് അവിടെ കഴിഞ്ഞ് ചെങ്കല്ല് വരെ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രീൻ സിറ്റി ആയി നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇവിടെയുള്ള കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കി എടുത്താൽ ഈ ഭരണം അവർ രണ്ടുപേരും കൂടി ഭരിച്ച് തിരുവനന്തപുരം ഒരു പൂവങ്കാവനായി മാറ്റണമെന്നാണ്. 2 മാസം കൂടി കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പാണ്. ഭരണം മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? പിണറായി സർക്കാർ തുടരണമോ? എന്താണ്? അത് നമ്മുടെ ജനങ്ങളെ തീരുമാനിക്കട്ടെ. നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എങ്ങനെ സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെ 10 വർഷത്തെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും? നമ്മൾ സാധാരണക്കാരാണ്, അപ്പം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇപ്പം കഴിഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ രാഷ്ട്രീയ വാർത്തകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഉണ്ട്. ഈ കോൺഗ്രസ് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? അതിപ്പം അവർ പറയുന്നത് അവർ വരുമെന്ന്, ഇവർ പറയുന്നത് ഇവർ പറയുന്നു, ഇവർ വരുമെന്ന്. ഇവർ 2 പ്രാവശ്യം ആയല്ലോ വന്നത്. ഇപ്പം 3-ാം മുന്നണി BJP ഉണ്ട്. BJP ഈ പ്രാവശ്യം ഒരു സീറ്റ് നേടോ? ഇപ്പോഴും വന്നിട്ട് കോർപ്പറേഷൻ അവർ പിടിച്ചില്ലേ, അവർക്കൊരു മാറ്റം ഉണ്ടായില്ലേ. അപ്പം ഈ പൊതുജനങ്ങൾ എന്താണെന്നുള്ള വിലയിരുത്തും എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അതിന് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. നമുക്ക് ഇപ്പോൾ കോൺഗ്രസ്സുകാരെ കൊണ്ട് നമുക്ക് ശല്യമില്ല, പിന്നെ ഇടതുപക്ഷത്തെ കൊണ്ട് ശല്യമില്ല, BJPക്കാരെ കൊണ്ട് ശല്യമില്ല. നമ്മളെപ്പോഴും ഈ ഫുട്പാത്തുള്ള ജീവിതം കൊണ്ട് കഴിഞ്ഞു പോകുന്നു. അപ്പൊ ജനം വിധി എഴുതട്ടെ, അത്രയും. പിന്നെ ഈ ആര് വന്നിരുന്നാലും പാവപ്പെട്ടവർക്ക് നന്മ ചെയ്യുക, സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കുക, അത്രയും. അല്ല പ്രാധാന്യമായിട്ട് ഒന്നും പറയാനില്ല.